ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരു രാജകൊട്ടാരത്തിലേക്കാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു മനോഹര സ്മാരകം വളരെ അപൂർവമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൊച്ചിയുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ ഇതിലും അനുയോജ്യമായ സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നില്ല. കൊച്ചിയുടെ ഭരണകർത്താക്കളായിരുന്ന രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു എറണാകുളത്തു നിന്ന് 10 കിലോമീറ്റർ അകലെ തൃപ്പൂണിത്തുറയിലുള്ള കുന്നിന്മേൽ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഹിൽ പാലസ്. 1865 പണിതീർത്ത ഈ കൊട്ടാരം രാജകുടുംബത്തിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത ശേഷം സംസ്ഥാനത്തെ ആദ്യത്തെ പുരാവസ്തു മ്യൂസിയമാക്കി മാറ്റുകയായിരുന്നു. അങ്ങനെ സംസ്ഥാനത്തെ ആദ്യത്തെ പൈതൃക മ്യൂസിയമായ ഇത് 49 ഓളം കെട്ടിടങ്ങളുടെ സമുച്ചയമാണ്. ചുറ്റും റോഡുകളും വൻമരങ്ങൾ നിറഞ്ഞ വലിയ തോട്ടവും വലയം ചെയ്യുന്നതാണ് ഈ കൊട്ടാരവളപ്പ്. പുരാതന കേരളീയ വാസ്തുവിദ്യയും വിദേശശൈലിയും ഒത്തുചേർന്നതാണ് നിർമ്മാണ രീതി. തട്ടുതട്ടായി തിരിച്ച 52 ഏക്കറോളം വരുന്ന ഉദ്യാനം മ്യൂസിയത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. കൊച്ചി രാജ്യത്തിന്റെ ഔദ്യോഗിക തലസ്ഥാനം മുമ്പ് തൃശ്ശൂരിലായിരുന്നു. മഹാരാജാവിന്റെ രാജകീയ ഓഫീസും കൊട്ടാരവും നഗരത്തിലായിരുന്നു. എന്നിരുന്നാലും ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് കൊച്ചി രാജകുടുംബത്തിന് മാതൃപാരമ്പര്യം ഉണ്ടായിരുന്നതിനാലും രാജ്ഞിയെ രാജാവ് ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ പരമാധികാരിയായി കണക്കാക്കിയതിനാലും കൊച്ചി രാജ്ഞിയുടെ ഇരിപ്പിടം രാജകീയ തലസ്ഥാനമായി കണ്ടു. 1755 മുതൽ രാജ്ഞിയും പരിവാരവും തൃപ്പൂണിത്തുറയിൽ താമസിച്ചു. അതുവഴി ഈ നഗരത്തെ ഔദ്യോഗിക തലസ്ഥാനമാക്കി. കൂടാതെ രാജകുമാരൻ രാമവർമ്മ തൃപ്പൂണിത്തുറയിൽ വളർന്നു. അതിനാൽ തൃശ്ശൂരിലേക്ക് മാറുന്നതിനേക്കാൾ രാജാവായി കിരീടധാരണത്തിന് ശേഷവും ആ നഗരത്തിൽ താമസിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രയോജനത്തിനായി 1865 ഒരു രാജകീയ ഓഫീസ് നിർമ്മിക്കപ്പെട്ടു. തുടക്കത്തിൽ ഇത് ഒരു രാജകീയ ഓഫീസ് കോടതി കെട്ടിടം, രാജകീയ സെക്രട്ടറിമാരുടെയും കൊട്ടാരത്തിലെ പ്രഭുക്കന്മാരുടെയും ഓഫീസുകൾ എന്നിങ്ങനെയാണ് ആരംഭിച്ചത്. എന്നാൽ താമസിയാതെ പ്രധാന ഘടനയിൽ വർദ്ധിച്ച ഘടനകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. താമസിയാതെ രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ അടുത്ത കുടുംബത്തിൻ്റെയും വസതിക്കായി ഒരു സാമ്രാജ്യത്വ വസതി കെട്ടിടം നിർമ്മിച്ചു. എന്നിരുന്നാലും കൊച്ചി രാജകുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്ക് സ്വന്തമായി ബംഗ്ലാവുകളും ഔദ്യോഗിക വസതികളും ഉണ്ടായിരുന്നു. ഈ സമുച്ചയത്തിൽ പൂമുഖ അകത്തളം, ഹോമപ്പുര, മടപ്പള്ളി, ഊട്ടുപുര, ഹനുമാൻ ക്ഷേത്രം, ദേവാരപ്പുര, കുളപ്പുര മാളിക, വിളമ്പുപുര, വലിയ ഊട്ടുപുര എന്നിങ്ങനെ വിവിധ ബ്ലോക്കുകൾ ഉൾപ്പെടുന്നു. നാലുകെട്ടും ഒപ്പം അതിനോട് ചേർന്നുള്ള ഊട്ടുപുരയും 1855 നിർമ്മിച്ചത്. യൂറോപ്യൻ എഞ്ചിനീയർമാർ രൂപകൽപ്പന ചെയ്ത പ്രധാന സമുച്ചയത്തിന്റെ വടക്കൻ ബ്ലോക്ക് 1898 മഹാരാജ രാമവർമ്മയുടെ ഭരണകാലത്ത് പൂർത്തിയായി. കാബിനറ്റ് ഹാളും സെൻട്രൽ ബ്ലോക്കിലെ അതിനോട് ചേർന്നുള്ള ഘടനയും രാമവർമ്മയാണ് നിർമ്മിച്ചത്. ക്യാബിനറ്റ് ഹാളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത അദ്വിതീയ ലിഫ്റ്റ്, ക്യാബിനറ്റ് ഹാളിന്റെ പുറം ഭിത്തിയിൽ പുഷ്പ ഡിസൈനുകളുള്ള വിക്ടോറിയൻ ടൈലുകൾ, അതിന്റെ മെറ്റാലിക് അലങ്കാര മേൽത്തട്ട് എന്നിവ കരകൗശലത്തിന്റെ അതിപ്രസരം വിഭാവനം ചെയ്യുന്നു. ഇടനാഴികളിൽ പാകിയ ഇറ്റാലിയൻ മാർബിൾ ടൈലുകളും റോയൽ ബെഡ്റൂമിലെ സെറാമിക് ടൈലുകളും സന്ദർശകരുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. മ്യൂസിയത്തിലെ ഏറ്റവും ആകർഷകമായ വിഭാഗങ്ങളിലൊന്നാണ് പുരാതന ആയുധങ്ങളുടെയും ശിലാശില്പങ്ങളുടെയും ഗാലറി. അവയിൽ ചിലത് 10-ാം നൂറ്റാണ്ടിലേതാണ്. 14, 15, 16 നൂറ്റാണ്ടുകളിലെ അപൂർവ വെള്ളി, വെങ്കല, ലോഹവസ്തുക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മതപരമായ ആരാധനയ്ക്കിടെ ഉപയോഗിക്കുന്ന പുരാതന പാത്രങ്ങൾ, പുരാവസ്തുക്കൾ എന്നിവയുടെ വ്യതിരിക്തമായ ശേഖരം ചരിത്ര മ്യൂസിയം പ്രദാനം ചെയ്യുന്നു. ഈ ഗാലറി കൂടാതെ പുരാവസ്തു മ്യൂസിയം സിന്ധു നദീതട നാഗരികതയുടെ നഗരങ്ങളായ മോഹൻജൊദാരോ, ഹാരപ്പ എന്നിവിടങ്ങളിലേക്കുള്ള പുരാവസ്തുക്കളുടെ പ്ലാസ്റ്റർ കാസ്റ്റ് പകർപ്പുകളുടെ വിപുലമായ ശേഖരത്തിന് പേരുകേട്ടതാണ്. രഥങ്ങളുടെ ഗാലറി, തടിക്കൊത്തുപണികൾ, മഹാരാജാസിന്റെ ഓയിൽ പെയിന്റിങ്ങുകൾ, നാണയശാസ്ത്ര ഗാലറി, കിരീടങ്ങളുടെയും ആഭരണങ്ങളുടെയും പ്രദർശനം, എപ്പിഗ്രാഫി ഗാലറി എന്നിവയും ആകർഷകമായ ചില പ്രദർശനങ്ങളിൽ ഉൾപ്പെടുന്നു.
1964 രാമവർമ്മ പരീക്ഷിത് തമ്പുരാന്റെ നിര്യാണത്തെ തുടർന്ന് പാലസ് അഡ്മിനിസ്ട്രേഷൻ ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് ഹിൽ പാലസ് സമുച്ചയം വന്നത്. 1981 സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഈ കൊട്ടാര സമുച്ചയവും ചുറ്റുമുള്ള ഭൂസ്വത്തുക്കളും ഏറ്റെടുത്തു. അക്കാലത്ത് ഭൂരിഭാഗം ഘടനകളും പൂന്തോട്ടത്തിന്റെ ഒരു പ്രധാന ഭാഗവും ജീർണിച്ച അവസ്ഥയിലായിരുന്നു. കെട്ടിടങ്ങളും പരിസരവും നവീകരിക്കാൻ വകുപ്പ് മുൻകൈയെടുത്തു. 1984 ഇത് ഒരു പുരാവസ്തു മ്യൂസിയമായി മാറ്റുകയും ചെയ്തു. 1986 മെയ് മാസത്തിൽ ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഇന്ന് കാണുന്ന പൂന്തോട്ടം ഡിപ്പാർട്ട്മെന്റ് നവീകരിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്തു. ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ 15 പ്രധാന ഗാലറികളുണ്ട്. മിക്ക പ്രദർശനങ്ങളും കൊച്ചി, തിരുവിതാംകൂർ തുടങ്ങിയ രാജകുടുംബങ്ങൾ സംഭാവന ചെയ്തവയാണ്. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പുരാവസ്തു വകുപ്പ് ചില പുരാതന വസ്തുക്കൾ ശേഖരിച്ചു. പാലിയം ദേവസ്വം ഗ്രൂപ്പിന്റെ പ്രദർശനങ്ങൾ പാലിയത്ത് അച്ഛൻ ഗാലറിയിലാണ്. കൊട്ടാര സമുച്ചയത്തിലെ ഏറ്റവും പഴക്കമുള്ള കെട്ടിടമായ പഴയ നാലുകെട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഹെറിറ്റേജ് മ്യൂസിയം കേരളീയരുടെ പരമ്പരാഗത ജീവിതശൈലി പ്രതിഫലിപ്പിക്കുന്നു. 1993 പുറത്തിറങ്ങിയ മണിച്ചിത്രത്താഴ് എന്ന സിനിമയുടെ കൂടുതൽ ഭാഗവും ചിത്രീകരിച്ചത് ഇവിടെയാണ്. ഈ സിനിമയ്ക്കൊപ്പം മലയാളികൾ മനസ്സിലേറ്റിയ ആ തറവാട്ടു വീട് നട്ടുച്ചയുടെ ചൂടിലും കുളിർമഴയിലും മരം കോച്ചുന്ന തണുപ്പിലുമൊന്നും ഒരു നിറവ്യത്യാസം പോലുമില്ലാതെ കൂടുതൽ മനോഹരമായി ഇന്നും നിലനിൽക്കുന്നു. മണിച്ചിത്രത്താഴ് മാത്രമല്ല, മൂന്നാം മുറ, പിൻഗാമി, കളിയൂഞ്ഞാൽ, ഡ്രീംസ്, ഛോട്ടാ മുംബൈ തുടങ്ങി ഒട്ടേറെ മലയാള ചിത്രങ്ങൾ ചിത്രീകരിച്ചത് ഈ കൊട്ടാരത്തിലാണ്. ഇത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവിടെയെത്തുന്ന ആളുകളുടെ എണ്ണം ദിനംതോറും കൂടിവരുന്നു. ഹിൽ പാലസിന്റെ മറ്റൊരു പ്രശസ്തമായ ആകർഷണം മാൻ പാർക്കാണ്. അവിടെ നിങ്ങൾക്ക് വേലിക്ക് പിന്നിൽ നൂറുകണക്കിന് പുള്ളിമാനുകളുമായി ഇടപഴകാൻ കഴിയും. തിങ്കളാഴ്ചയും ദേശീയ സംസ്ഥാന അവധി ദിവസങ്ങളും ഒഴികെ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ 12 വരെയും ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയുമാണ് ഹിൽ പാലസ് പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്നത്. കൊട്ടാരം സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഈ സമയപരിധി പാലിക്കണം. പ്രവേശന കവാടത്തിൽ നിന്ന് 200 പടികൾ കയറി വേണം പ്രധാന വാതിലിലെത്താൻ. പ്രദർശനത്തിന് ആഭരണങ്ങൾ, പണം, കിരീടം തുടങ്ങിയ രാജകീയ വസ്തുക്കളും ഉൾപ്പെടുന്നതിനാൽ സുരക്ഷാ പരിശോധനകൾ വളരെ കർശനമാണ്. ഇക്കാരണത്താൽ പ്രധാന കെട്ടിടത്തിൽ ക്യാമറകളും മൊബൈൽ ഫോണുകളും കർശനമായി നിരോധിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും.